അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ആയിരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ റാൻഡം പ്ലേയേഴ്സിനെ വിളിച്ചിട്ട് റൂം കളിക്കാൻ പോവുകയാണ്. സാധാരണ റൂമല്ല, നമ്മൾ നെയ്മർ ടീമും അപ്പുറത്ത് മെസ്സി ടീമും ആയിരിക്കും. ഞാനും എൻ്റെ ബംഗാളിയും അവനും ചിലപ്പോൾ 2 ബംഗാളീസ് ആയിരിക്കും അപ്പുറത്ത്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് അത് ലൈക്ക് കൊടുത്ത് നമ്മുടെ ചാനലും കൂടി മറക്കാതെ സബ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് നമുക്ക് കളിയും സ്റ്റാർട്ടായിട്ടുണ്ട്. 2v2 ഗൈസ് കളിക്കണേ. പറയാൻ പറ്റില്ല ഗൈസ്, ചിലപ്പോൾ അവർ രണ്ടുപേരും ബാക്ക് അടിച്ച് പോകാൻ നല്ല ചാൻസും ഉണ്ട്. ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ ഒന്നുമല്ല, അത്യാവശ്യം കളിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുത്തന്നെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചാടി അടി, അതാണ് നമ്മുടെ മെയിൻ ഗൈസ്. നമ്മൾ ചാടി അടിക്കാൻ നോക്കണേ. ചാടി അടിച്ച് പെട്ടെന്ന് കയറിണ്ടോ, അതാണ് നമ്മൾ നോക്കണേ ഗൈസ്. ഇവൻ്റെ 10 മിനിറ്റ് ഓട്ടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈഡ് എത്തത് ഒരുത്തന്നെ സ്പോട്ടും ചെയ്തിട്ടുണ്ട്. അവനെ അടിക്കാൻ വരെ നോക്കണം. അപ്പോൾ ഡെസേർട്ട് വെച്ചും നമ്മൾ ഒരു ഹെഡ് ഷോട്ടും അടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ടീമേറ്റും വന്നിട്ടുണ്ട്. അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. നമ്മൾ ആണെങ്കിൽ താഴെയും ഉണ്ടായിരുന്നു. ഇനി മേലേക്ക് വന്ന് അവനെ അടിച്ചിടാൻ നോക്കാം. കുറേ നേരത്തിന് ശേഷം ഗൈസ് ഒരു അമ്പേൻ്റെ ഫുൾ റെഡ് കൊടുത്തിട്ട് അപ്പോഴേക്കും അവൻ്റെ ഹെൽമെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോഴേക്കും നമ്മുടെ ബംഗാളിങ്ങാർക്ക് അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് അങ്ങനെ ഗൈസ് നമ്മങ്ങാർക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 1-0 റൗണ്ട്. അപ്പോൾ ഗൈസ് അവരങ്ങാർക്ക് ഒളിച്ചിങ്ങാർക്ക് അടിക്കണ്ടായിരുന്നു ആ പെട്ടിൻ്റെ ബാക്കിൽ നിന്ന്. നോക്കണം നമ്മുടെ ബംഗാളിങ്ങാർക്ക് നോക്കായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് പോയി നമ്മൾ ചുറ്റും പോയിട്ട് ബംഗാളിങ്ങാർക്ക് പോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് അണ്ണ നോക്കായിട്ടുണ്ട്. ഇനി വീണ്ടും മേടിക്കുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ അവനെ അടിക്കാൻ പറ്റി, പക്ഷേ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ബംഗാളിങ്ങാർക്ക് ഒരുത്തനും അടിക്കണമായിരുന്നു. അവനങ്ങാർക്ക് ഫുൾ റെഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചത്തിലെ ഹെൽമെറ്റും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ സൈഡ് എത്തപ്പോൾ ഒരുത്തനെ കണ്ട് വേഗം ചാടി ഒരു 1 ടാപ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുറ്റിനും ഗ്ലൂവാളും ഇട്ടിട്ട് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടീമേറ്റും ഇവിടെ ഉണ്ട്. ചാടി അടിക്കാൻ നോക്കി, പക്ഷെ അത് കൊണ്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റും നോക്കായിട്ടുണ്ട്. ഇനി അവനെ പൊക്കാൻ പറ്റില്ല, അവനാണെങ്കിൽ സോണിൻ്റെ അവിടെയാണ്. ഇനി നമുക്ക് ഇവനെ തന്നെ എങ്ങനെയെങ്കിലും അടിച്ചിടണം. ഞാനൊക്കെയാണെങ്കിൽ വിറച്ചാണ് കൈസ് കളിക്കുന്നത്, കാരണം തോറ്റ എല്ലാം പോയി. അവർക്കാർക്ക് ഒരു പോയിൻറ്റും കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം അവനെ കില്ല് കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാക്ക് വലിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവനങ്ങാർക്ക് കുറേ ഡാമ് പോകാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവനാണെങ്കിൽ ചാവണില്ല, പിന്നെ അവരടിക്കുന്നത് ഞാൻ ചാവുമെന്നാണ് പേടി. അപ്പോൾ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അവൻ ചാവൻ ഗൈസ് സോണിൽ പെട്ട്. നമുക്കാണെങ്കിൽ ഇമോട്ടും ഇടാം. അങ്ങനെ ഗൈസ് നമ്മൾ 2 റൗണ്ടും ജയിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഈ റൗണ്ടിലും അപ്പുറത്ത് ഒരാളും പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരാളും കൂടി മാത്രമേ ഉള്ളൂ ഗൈസ് കളിക്കാൻ. അപ്പോൾ അവ ഈ സൈഡും ഉണ്ടായിരുന്നു. അവ ഇങ്ങനെ വന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ചാടിയും ഒരു ഹെഡ് ഷോട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 3ാമത്തെ റൗണ്ടും ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് 4ാമത്തെ റൗണ്ട് ഒറ്റയ്ക്ക് തന്നെ. അപ്പോൾ നമ്മൊരു ഹെഡ് ഷോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 കളി നമ്മൾ ജയിച്ചു ഗൈസ്. ഈ റൗണ്ട് ആണെങ്കിൽ നമ്മുടെ ബംഗാളിങ്ങാർക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവനുങ്ങാർക്ക് 1v1 ആണ്. അവനുങ്ങാർക്ക് ഡ്രോപ്പിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്ന് അവൻ ഈ സൈഡ് എത്തി. അപ്പോൾ ചാടിങ്ങാർക്ക് ഒരു 1 ടാപ്പും കൊടുത്തു. എന്നിട്ട് അവനുങ്ങാർക്ക് പിൻ ചെയ്തു. ഇനി അവൻ്റെ ടീമേറ്റിനെ നോക്കിപ്പോയി ഹെഡ് ഷോട്ടും കൊടുക്കാം. ഇതെന്താണ് നോക്കി പോലും അടിക്കാൻ കിട്ടുന്നില്ല ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടുകാർക്ക് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ടുകാർക്ക് എല്ലാവരും പോയി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൂടി മറക്കാണ്ട് സബ് ചെയ്യാൻ. നമ്മൾ റോഡ് ടു 1K ഗൈസ്. ഓക്കെ ബൈ.